നമസ്കാരം, എല്ലാവർക്കും എജുബ്ലിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ 2023 വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മൾ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹിസ്റ്ററിയിൽ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. 2023 കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുബ്ലിക്സിന്റെ പുതിയൊരു ഹിസ്റ്ററി ക്ലാസ്സിലോട്ട് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്, കണ്ണടച്ച് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അശോകനെ കുറിച്ചിട്ടാണ് ചോദ്യം. അശോകൻ ഉൾപ്പെടുന്ന രാജവംശം ഏതാണെന്നാണ് ചോദ്യം. അശോകന്റെ ഡൈനാസ്റ്റി ഏതാണെന്നാണ് ചോദ്യം. അശോക ബിലോങ്സ് ടു ദ ഡൈനാസ്റ്റി ഓഫ്. ഏത് ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ് അശോക ചക്രവർത്തി എന്നാണ് ചോദ്യം. ഇത് നമ്മളുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ പറയൂ, ഏതാണ് അശോകൻ? ഏത് രാജവംശത്തിൽപ്പെട്ട ആളാണ്? ഗുപ്തരാണോ, ശാകന്മാരാണോ, ശതവാഹനന്മാരാണോ, അല്ലെങ്കിൽ മൗര്യന്മാരാണോ? ആരാണ്? കണ്ണടച്ച് ഉത്തരം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണിത്. ഏതാണ്? മൗര്യ ഡൈനാസ്റ്റിയാണ് അല്ലെ. അശോകൻ മൗര്യ രാജവംശത്തിൽപ്പെട്ട ആളാണ് അശോകൻ. മൗര്യ രാജവംശത്തിലെ 3ാമത്തെ ഭരണാധികാരിയാണ് ആര്? അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അദ്ദേഹത്തിന്റെ മകനാണ് അശോകൻ. ഓക്കെ, അപ്പൊ അശോകൻ മൗര്യ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി അടുത്തത് 2ാമത്തെ ചോദ്യം കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരള ഹിസ്റ്ററിയിൽ നമുക്ക് ഒരുപാട് എക്സാമുകൾക്ക് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കേരള ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ് എന്നാണ് ചോദ്യം. കുളച്ചൽ യുദ്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതുമായിരിക്കും കുളച്ചൽ യുദ്ധത്തെ കുറിച്ചിട്ട് അല്ലെ. ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ട്രിവാൻഡ്രത്തെ ഒരു പ്രദേശമാണ് ഈ കുളച്ചൽ എന്ന് പറയുന്ന പ്രദേശം. അത് ഡച്ചുകാരെ പിടിച്ചെടുത്തു. അങ്ങനെയാണ് ഈ യുദ്ധം, കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത് മാർത്താണ്ഡവർമ്മയുമായിട്ട്. നിങ്ങൾക്കറിയാം അതിൽ ആരാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്? മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുളച്ചൽ യുദ്ധം. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് HSLയൊക്കെ ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് കുറെ എക്സാമുകൾക്ക് വരുന്ന ഒരു ചോദ്യം കൂടെയാണ് ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ കുളച്ചൽ യുദ്ധം ഏത് വർഷത്തിലാണ്? ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ വാസ് ഹെൽഡ് ഇൻ 1764, 1757, 1741, 1721. പറഞ്ഞോ, ഏത് വർഷത്തിലാണ് കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്? കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത് 1741 കേട്ടോ. ശ്രദ്ധിക്കണേ, 1741 കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യവും നമ്മളെ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകരെ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ആരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഐഡന്റിഫൈ ദ ഫൗണ്ടേഴ്സ് ഓഫ് ദ വിജയനഗര എംപയർ. വിജയനഗര എംപയറിന്റെ ഫൗണ്ടേഴ്സ് ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, ബാബറും അക്ബറും, ഇൽത്തുമിഷും ബാൽബനും, ജഹാംഗീറും ഷാജഹാനും, ഹരിഹരനും ബുക്കനും. വളരെ സിമ്പിൾ ആണ്. ഇതിലുള്ള കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇപ്പൊ ബാബറും അക്ബറും ഏതാണ്? അവര് മുഗൾ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ്. അപ്പൊ അത് നിങ്ങൾക്കറിയാം. അതേപോലെ മുഗൾ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ് ജഹാംഗീറും ഷാജഹാനും. അപ്പൊ ഈ രണ്ട് ഓപ്ഷനും നമുക്ക് ഈസി ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം മുഗളന്മാരെ കുറിച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ ഇൽത്തുമിഷും ബാൽബനും, അവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. എന്നാലും നിങ്ങൾ ഡൽഹി സൽത്തനത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതറിയാം. അപ്പൊ ഇൽത്തുമിഷും ബാൽബനും എന്താണ്? ഡൽഹി സൽത്തനത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണാധികാരികളാണ് അല്ലെ. അതായത് ഡൽഹി സൽത്തനത്തിൽ നമ്മളെ അടിമ രാജവംശം, സ്ലേവ് ഡൈനാസ്റ്റിയിൽ പെടുന്ന ആളുകളാണ് ഇൽത്തുമിഷ്. ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ, ബാൽബൻ, ഇങ്ങനെയാണ് ആ രാജവംശം പോകുന്നത്. അപ്പോ ഇവര് ഈ രണ്ടുപേരും എന്താണ്? അവരും അല്ല, കാരണം അവര് ഡൽഹി സൽത്തനത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ്. പിന്നെ അതിൽ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഹരിഹരനും ബുക്കനും. ഹരിഹരനും ബുക്കനും ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് 14ാം നൂറ്റാണ്ടിൽ 1330കളിലാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. വിജയനഗര സാമ്രാജ്യം ശരിക്കും വരുന്നത് കർണാടക ആ ഒരു റീജിയണിലാണ്. കർണാടകയിലെ ഹംപി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. ഇനി അടുത്തൊരു ചോദ്യം വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മള് 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ സയൻസിൽ, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിൽ ഹ്യൂമനിസം എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ. അപ്പൊ ആ ഹ്യൂമനിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ
ഇത് 2023 ചോദ്യമാണ്. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ അടുത്തിറങ്ങിയിട്ടുള്ള 10ാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ വിഷയം ഈ ഒരു ചോദ്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ഒരു ചോദ്യമാണ്. നവോത്ഥാനം, യൂറോപ്പിലെ നവോത്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്, ചുവടെ നൽകിയിരിക്കുന്നത് ഇറ്റാലിയൻ നഗരം ഏതാണ് എന്നാണ് ചോദ്യം. വിച്ച് among the following is an Italian city എന്നാണ് ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് ഇറ്റലിയിലെ ഒരു പ്രധാനപ്പെട്ട നഗരം എന്നാണ് ചോദിക്കുന്നത്. വെനീസ്, ലണ്ടൻ, പാരീസ്, കോൺസ്റ്റാന്റിനോപ്പിൾ. പറഞ്ഞോ, ഏതാണ് പ്രധാനപ്പെട്ട നഗരം? ഇറ്റാലിയൻ നഗരം ഏതാണ്? വെനീസ് ആണ്. വെനീസ് എന്ന് പറയുന്നത് അന്ന് റെനേസൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. ഇറ്റലിയിലെ ഇത്തരത്തിലുള്ള ഒരുപാട് പട്ടണങ്ങൾ ഇറ്റലിയിലുണ്ട്. വെനീസ്, ഫ്ലോറൻസ്, അതുപോലെ തന്നെ ലംബഡി, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പട്ടണങ്ങളുണ്ട്. അപ്പൊ അതിലെ ഒരു പട്ടണമാണ് വെനീസ് എന്ന് പറയുന്നത്. ഈ വെനീസിൽ നിന്നാണ് നമ്മളെ മാർക്കോപോളോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. വെനീസുകാരനാണ് മാർക്കോപോളോ. ഓക്കെ, അപ്പോ വെനീസ് എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു നഗരമാണ്. ലണ്ടൻ പിന്നെ നിങ്ങൾക്കറിയാം എവിടുത്തെ നഗരമാണ്, ഇംഗ്ലണ്ടിലെ നഗരമാണ് ലണ്ടൻ. പിന്നെ പാരീസ് ഫ്രാൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലാണ്. ഇന്നത് അറിയപ്പെടുന്നത് ഇസ്താംബുൾ ഇസ്താംബുൾ എന്നുള്ള പേരിലാണ് ഇന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പേരിലാണ്. അപ്പൊ ഇത് തുർക്കിയാണ്, പാരീസ് ഫ്രാൻസ് ആണ്, ലണ്ടൻ ഇംഗ്ലണ്ടുമാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിലെ ഇറ്റാലിയൻ നഗരം എന്ന് പറയുന്നത് വെനീസ് ആണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. 5ാമത്തെ ചോദ്യം പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ സോഷ്യൽ റിഫോം മൂവ്മെന്റുകളെ കുറിച്ചിട്ട് ഒക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ എല്ലാ സോഷ്യൽ റിഫോമേഴ്സും സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ അതിന്റെ സ്ഥാപകരൊക്കെ വലിയൊരു ലിസ്റ്റ് ഒക്കെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തു. പഴയ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദ്യം. ആരാണ് ബ്രഹ്മസമാജ് സ്ഥാപിച്ചത്? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഹു ഫൗണ്ടഡ് ദ ബ്രഹ്മസമാജ്? ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ണടച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടും കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഈ ഒരു ചോദ്യം. ബ്രഹ്മസമാജ്, സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഈ ബ്രഹ്മസമാജ് എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു, ബ്രഹ്മസമാജ് ആരാണ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? രാജാറാം മോഹൻ റോയ് ആണോ, ആനി ബെസന്റ് ആണോ, വിവേകാനന്ദനാണോ, വീരശലിംഗാണോ? പറഞ്ഞു, ആരാണ് ബ്രഹ്മസമാജ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? ബ്രഹ്മസമാജ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് രാജാറാം മോഹൻ റോയ് ആണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രഹ്മസമാജ്, പുള്ളി രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ് രൂപീകരിക്കുന്ന എപ്പോഴാണ്? 1828 ബ്രഹ്മസമാജ് രൂപീകരിക്കുന്നതിന് മുന്നേ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ആത്മീയ സഭ. ആത്മീയ സഭയെ മാറിയിട്ടാണ് ബ്രഹ്മസമാജായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ബ്രഹ്മസമാജ് വീണ്ടും ഡിവൈഡഡ് ആവുന്നുണ്ട്. ബ്രഹ്മസമാജ് ആദി ബ്രഹ്മസമാജ് എന്നും സാധാരണ ബ്രഹ്മസമാജ് എന്നുള്ള പേരിൽ, അതുപോലെ തന്നെ ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ പിന്നീട് ബ്രഹ്മസമാജ് എന്തായിട്ടുണ്ട്? അറിയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. KC സെന്ന്, കേശവ് ചന്ദ്ര സെന്ന്, അതുപോലെ തന്നെ ദ്വാരകനാഥ ടാഗോർ, ദേവേന്ദ്രനാഥ ടാഗോർ, ഇവരെല്ലാം രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം ബ്രഹ്മസമാജ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലീഡേഴ്സ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാം. ആനി ബെസന്റിന്റെ സോഷ്യൽ ഓർഗനൈസേഷൻ ഏതായിരുന്നു? ഈ നമ്മളുടെ ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റുമായിട്ട് ആനി ബെസന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതാണ്? നിങ്ങൾക്കറിയാം, തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. അവര് ആനി ബെസന്റ് ഐറിഷ്കാരിയാണ്, അയർലൻഡിൽ നിന്ന് വന്നിട്ടുള്ള വനിതയാണ് അവർ, ആനി ബെസന്റ്. ഓക്കെ, അപ്പൊ ആനി ബെസന്റ് തന്നെ ആണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഓക്കെ, അവരെ ശരിക്കും ആനി ബെസന്റ് അല്ല തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്കി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതുപോലെ തന്നെ ഓൾക്കോട്ട് എന്ന് പറയുന്ന ഒരു കേണൽ, ഇവർ രണ്ടുപേരും കൂടെ അമേരിക്കയിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആനി ബെസന്റ് ഇതിന്റെ ഭാഗമാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1875 ഇവർ അതിന്റെ ഭാഗമാവുകയും പിന്നീട് 1893 ആ ഒരു സമയത്ത് അവർ ഇന്ത്യയിലോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അടയാറിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മെയിൻ കേന്ദ്രം സ്ഥാപിക്കുകയും അടയാറ് പിന്നീട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു മെയിൻ ഹബ്ബായിട്ട്, മെയിൻ സെന്റർ ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെത് രാമകൃഷ്ണ മിഷനാണ്, അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ വീരശലിംഗത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു സോഷ്യൽ റിഫോമർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് വീരശലിംഗം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. ഓക്കെ, ദെൻ അടുത്തതും 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളെ ഈ മൗര്യ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്.
അപ്പൊ മൗര്യ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നു. ഓക്കെ, അപ്പൊ മൗര്യ സാമ്രാജ്യം നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇപ്പൊ മൗര്യ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2023 തന്നെ വന്നുപോയി. ഓക്കെ, അപ്പൊ ആ ചോദ്യം ഇതാണ്: അർത്ഥശാസ്ത്ര എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്, അല്ലെങ്കിൽ ആരാണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നതാണ് ചോദ്യം. നെയിം ദ ഓഥർ ഓഫ് ദ ബുക്ക് അർത്ഥശാസ്ത്ര. ആരാണ് അർത്ഥശാസ്ത്രം എഴുതിയിട്ടുണ്ടായത്? ഇതും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്. കണ്ണടച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. മെഗസ്തനീസ് ആണോ, കൗടില്യൻ ആണോ, വരഹമീയരാണോ, അമരസിംഹനാണോ എന്നാണ് ചോദ്യം. ആരാണ്? പറഞ്ഞോ, ആരാണ് അർത്ഥശാസ്ത്രം എഴുതിയിട്ടുണ്ടായിരുന്നത്? കൗടില്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെ? നിങ്ങൾക്കറിയാം, കൗടില്യൻ ചാണക്യ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളാണ് കൗടില്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെയും അതുപോലെ തന്നെ ബിന്ദുസാരന്റെയൊക്കെ കൊട്ടാരത്തിലെ പ്രധാനമന്ത്രി സ്ഥാനമൊക്കെ വഹിച്ചിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഉയർന്ന ഒരു മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് കൗടില്യൻ. അപ്പൊ അദ്ദേഹമാണ് ഈ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുണ്ടായിരുന്നത്. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. എങ്ങനെയാണ് ഒരു രാജാവ് രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ള വിഷയം പറയുന്ന ഒരു ബുക്കാണ് അർത്ഥശാസ്ത്രം. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. മെഗസ്തനീസ് എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്ക് ഏതാണ്? ഇന്ത്യക്ക. ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ, ഒക്കെ നോട്ട് ചെയ്ത് വെക്കട്ടോ. മെഗസ്തനീസ് എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്ക് ഏതാണ്? ഇന്ത്യക്കാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. വരഹമിഹിരന്റെ ബുക്ക് ബൃഹത് സംഹിത, പിന്നെ അമരസിംഹന്റെ ബുക്ക് ഇതേപോലെ ഒരു ഡിക്ഷണറിയാണ് അമരകോശ. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അമരകോശ എന്ന് പറയുന്ന ഒരു ഡിക്ഷണറിയാണ്. സംസ്കൃതിലെ വേർഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിക്ഷണറിയാണ് അമരസിംഹൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇവരെ കുറിച്ചിട്ട് വരാഹമിഹിര, അമരസിംഹ ഇവരുടെയൊക്കെ ബുക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഗുപ്ത എംപയറിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അത് അവൈലബിൾ ആണ്. ഒരു കോളം തിരിച്ചിട്ട് അതിലൊരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇവരുടെ പ്രധാനപ്പെട്ട ബുക്കുകൾ, ഇപ്പൊ നമ്മളെ ഇയാളുടെ കാളിദാസന്റെ ബുക്കുകൾ, അങ്ങനെ ഒരുപാട് ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആ നവരത്നങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട ബുക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇനിയുള്ള എക്സാമുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, മറക്കരുത്. ഇനി 7ാമത്തെ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 7ാമത്തെ ചോദ്യം കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഹു വാസ് നോൺ ആസ് ഫ്രണ്ടിയർ ഗാന്ധി. അതിർത്തി ഗാന്ധി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണോ, അരുണ ആസഫ് അലി ആണോ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണോ, മുഹമ്മദ് അലി ആണോ എന്നാണ് ചോദ്യം. ആരാണ്? നെഹ്റു അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, അരുണ ആസഫ് അലി അല്ല, പിന്നെ ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് കേട്ടോ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഈ ഒരു അതിർത്തി ഗാന്ധി, ഫ്രണ്ടിയർ ഗാന്ധി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം പുള്ളി ഗാന്ധി CDM, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് 1930-31 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ പഞ്ചാബ്, ലാഹോർ പ്രദേശങ്ങളിൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓക്കെ, അപ്പോ അന്ന് ഖുദൈ ഖിദ്മത്ഗാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ പുള്ളി രൂപീകരിക്കുന്നുണ്ട്. ആളുകളുടെ ഒരു കൂട്ടായ്മ ഒക്കെ രൂപീകരിച്ചുകൊണ്ടാണ് പുള്ളി സിവിൽ ഡിസൊബീഡിയൻസ്, അതായത് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സരോജിനി നായിഡുവിനെ പോലുള്ള ആളുകൾ, റാണി ഗൈഡില്യുവിനെ പോലുള്ള ആളുകളൊക്കെയാണ് അന്ന് CDM സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഓരോ പ്രദേശങ്ങളിൽ ഇവരാണ് CDM ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അവര് ഒരു ഫ്രീഡം ഫൈറ്റർ ആണ് അവര്. അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. ദെൻ അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നമ്മളെ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ സംഗമേജ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോ ആ ഒരു ചാപ്റ്റർ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ സംഘ സാഹിത്യം ഏത്? വിച്ച് അമംഗ് ദ ഫോളോയിങ് വാസ് എ സംഘം ലിറ്ററേച്ചർ? താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണ് സംഘ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃതി എന്നാണ് ചോദ്യം. മുദ്രാക്ഷസ് ആണോ, അഭിജ്ഞാന ശാകുന്തളാണോ, പത്തുപാട്ടാണോ, ദേവി ചന്ദ്രഗുപ്ത ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ് പറയുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ പേരിന്ന് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സംഘകാല കൃതി ഏതാണ്? പത്തുപാട്ടാണ് കേട്ടോ സംഘകാല കൃതി. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പത്തുപാട്ട്, എട്ടെട്ടുകൈ, ഇതൊക്കെ പ്രധാനപ്പെട്ട തോൽക്കാപ്പിയം, ഇതൊക്കെ പ്രധാനപ്പെട്ട സംഘകാല കൃതികളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സംഘകാല കൃതികളെ കുറിച്ചിട്ടും അതിന്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ സംഗമേജിനെ കുറിച്ച് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ.
അഭിജ്ഞാന ശാകുന്തളം പിന്നെ നിങ്ങൾക്ക് അറിയാം ആരാണ്, കാളിദാസനാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. മുദ്രാക്ഷസും അതുപോലെ തന്നെ ദേവി ചന്ദ്രഗുപ്തവും ഗുപ്ത കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന ബുക്കുകളാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ, പിന്നെ അടുത്തത് ഇതേപോലെ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. പഴയ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ റബലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. 1857 കലാപത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അവിടുന്ന് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണെന്നാണ് ചോദ്യം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്? ഏത് ഗവർണർ ജനറൽ ആണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ചോദ്യം. വെല്ലസ്ലി, കാഴ്സണ്, ഡെല്ലൌസി, ലിട്ടൺ. പറഞ്ഞു, ആരാണ് ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ഡെല്ലൌസിയാണ് കേട്ടോ, ഡെല്ലൌസി പ്രഭുവാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കട്ടോ. ഡെല്ലൌസിയാണ് ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാക്കന്മാർക്ക് ആൺകുട്ടികൾ ഇല്ലെങ്കിൽ ദത്തെടുക്കാൻ പറ്റൂല, അവരുടെ രാജ്യം ബ്രിട്ടീഷുകാർക്ക് പോകും. ഇതാണ് ഡെല്ലൌസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ദത്താവകാശ നിരോധന നിയമം പറയുന്നത്. പിന്നെ സബ്സിഡറി അലയൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് വെല്ലസ്ലി. കാഴ്സൺ ആണ് നമ്മളുടെ ഈ ബംഗാൾ പാർട്ടീഷൻ 905 ബംഗാൾ വിഭജിച്ചല്ലോ രണ്ടായിട്ട്, ഈസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ, അത് ചെയ്തിട്ടുണ്ടായിരുന്ന ലോർഡ് കേഴ്സൺ ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. പിന്നെ ഈ ലിട്ടൺ, ലോർഡ് ലിട്ടണും ഒരു പ്രധാനപ്പെട്ട ഒരു ഗവർണർ ജനറൽ ആണ്. പുള്ളിയുടെ സമയത്താണ് ഈ അഫ്ഗാൻ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെർണാക്കുലർ പ്രസ് ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ലിറ്റൺ ആണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവരൊക്കെ കുറിച്ചിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടാ. പിന്നെ അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ പുതിയ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ചോദ്യമാണ്. പുതിയ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ചോളന്മാരെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്കിൽ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പോർഷനിൽ ചോളന്മാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ചോളന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ചോദ്യം എന്താണ്? ബൃഹദേശ്വര ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബൃഹദേശ്വര ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ് അറ്റ്, അത് എവിടെയാണെന്നാണ് ചോദ്യം. ബേലൂര്, മഹാബലിപുരം, തഞ്ചാവൂര്, ഹംപി. പറഞ്ഞു, സിമ്പിൾ ആണ്. എവിടെയാണ്? തഞ്ചാവൂരാണ്. ചോളന്മാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ്? തഞ്ചാവൂരാണ്. പാണ്ഡ്യന്മാരുടേത് മധുരയാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കട്ടോ, മറക്കരുതേ. അപ്പോ ബൃഹദേശ്വര ക്ഷേത്രം എവിടെയാണ്? തഞ്ചാവൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം, മറക്കരുത്. രാജരാജ ചോളനാണ് എന്താക്കിയിട്ടുണ്ടായിരുന്നത്? 1015 ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പുതിയ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പല്ലവന്മാരുടെ മെയിൻ കേന്ദ്രമാണ് മഹാബലിപുരം എന്ന് പറയുന്നത്. പല്ലവ രാജാക്കന്മാർ, ചോള രാജാക്കന്മാർക്ക് മുന്നേ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ടീമാണ് പല്ലവന്മാർ. അപ്പൊ അവരുടെ മെയിൻ കേന്ദ്രമാണ് ഈ മഹാബലിപുരം എന്ന് പറയുന്നത്. മഹാബലിപുരത്താണ് ഈ ഷോർ ടെമ്പിൾ ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. മഹാബലിപുരം അത് പല്ലവന്മാരുടെ കേന്ദ്രമാണ്. പിന്നെ ബേലൂര്, ഈ ബേലൂര് വെച്ചിട്ടാണ് ഇദ്ദേഹം വിവേകാനന്ദ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്, വിവേകാനന്ദര്. അപ്പൊ അത് ഓർത്തിരിക്കട്ടോ. പിന്നെ ഹംപി ഞാൻ നേരത്തെ പറഞ്ഞു, വിജയനഗരന്റെ ക്യാപിറ്റലാണ് ഹംപി, മറക്കരുത്. പിന്നെ അടുത്തതും 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് എന്നുള്ള ചോദ്യമാണ്. 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ റിവർ വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ അതിന്നുള്ള ഒരു ചോദ്യമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നദി ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, വിച്ച് among the following river associated with the Egyptian civilization? ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നദി ഏതാണ് എന്നാണ് ചോദ്യം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ദാനുബ്, നൈല്. ഏതാണ്? നിങ്ങൾക്കറിയാം ഏതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നൈലാണ് കേട്ടോ. അതായത് നൈലിന്റെ സംഭാവന, നൈലിന്റെ ഗിഫ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ചരിത്രത്തിന്റെ പിതാവായിട്ടുണ്ടായിരുന്ന ഹെറോഡോട്ടസ് ആണ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നൈൽ എന്ന് പറയുന്നത് എന്താണ്? ഗിഫ്റ്റ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് രണ്ട് നദികൾ നമ്മളെ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നദികളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദാനുബ് എന്ന് പറയുന്നത് ശരിക്കും ഗ്രീക്ക് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നദിയാണ് ദാനുബ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രീക്ക് സിവിലൈസേഷനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ ജസ്റ്റ് അവൻ നിങ്ങൾ ഓർത്തിരിക്കട്ടോ. ഓക്കെ, പിന്നെ നവോത്ഥാനത്തിന്റെ പിതാവ്, നമ്മളെ റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ഒരു ചോദ്യമാണ്. 10ാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോ പുതിയ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ദ ഫാദർ ഓഫ് റെനേസൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആരാണ്? പെട്രാർക്ക്, ഡാന്റെ, ഇറാസ്മസ്, ഡൊണാറ്റല്ലോ. പറഞ്ഞു, ആരാണ്?
ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? ഇറ്റലിക്കാരനാണ്. ഇറ്റലിക്കാരനായിട്ടുള്ള ഫ്ലോറൻസുകാരനായിട്ടുള്ള വ്യക്തിയാണ്. ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന് പറയുന്ന നഗരത്തിൽ ജനിച്ചു വളർന്നിട്ടുണ്ടായിരുന്ന വ്യക്തി. പെട്രാർക്കാണ് എന്താക്കുന്നത്? ഫാദർ ഓഫ് റെനസൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് പെട്രാർക്കാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്, ശ്രദ്ധിക്കട്ടോ. ഇപ്പോ ഡാന്റെ, ഇറാസ്മസ്, ഇവരൊക്കെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. റെനൈസൻസിന്റെ കാലഘട്ടത്തിലെ, നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിലെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് പെട്രാർക്ക്, ഡാന്റൊക്കെ. ഈ ഡാന്റെയാണ് ഡിവൈൻ കോമഡി ഒക്കെ എഴുതിയിട്ടുണ്ട്. ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതേപോലെ പ്രൈസ് ഓഫ് ഫോളി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന ആളാണ് ഇറാസ്മസ്. ഡച്ചുകാരനാണ് ഇറാസ്മസ്. ഡൊണാറ്റല്ലോ പിന്നെ ഒരു സ്കൾപ്റ്ററാണ്, ഒരു ശില്പിയാണ് ഡൊണാറ്റല്ലോ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിര അംഗം, ഹു വാസ് എലക്ടഡ് ആസ് ദ പെർമനന്റ് ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ആരാണ്? നിങ്ങൾക്കറിയാം, രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇത്രയും ചോദ്യങ്ങളാണ് 2023 നമുക്ക് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. നിയർലി ഒരു 13 ചോദ്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇതുവരേക്കും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.